ഗെയ്സ്, ഇന്ത്യയുടെ അണ്ടർ 20 വുമൺസ് ഏഷ്യൻ കപ്പ് ക്വാളിഫയറിലെ ആദ്യത്തെ മത്സരം ഇന്ന് ഇന്തോനേഷ്യക്കെതിരെ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു മത്സരം ഒന്ന് ലൈവായിട്ട് കാണാനായിട്ട് ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രീമിങ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ പുറത്ത് നിന്നാണ് ഒരു അത്രയും മിനിറ്റ് കണ്ടത്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ സ്ട്രീമിങ് അപ്പോഴത്തേക്കും ഒരു അവസ്ഥയായി. പിന്നെ ഞാൻ അവസാനത്തെ ഒരു 25-30 മിനിറ്റ്സ് പിന്നെ കണ്ടത് അത് വേറെ ഏതോ ഒരു ലിങ്കിൽ കയറി അങ്ങനെയൊക്കെയാണ് കണ്ടത്. അതാണെങ്കിൽ ഫുൾ സ്ക്രീൻ ഇടാൻ പറ്റത്തില്ല, ചെറിയ സ്ക്രീനിലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു മത്സരം കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്ലേയേഴ്സ്, നമ്മളിപ്പം അണ്ടർ 20 ആയതുകൊണ്ട് തന്നെ പ്ലേയേഴ്സൊന്നും അത്ര നമുക്ക് ഫെമിലിയർ അല്ല. അപ്പം നമുക്ക് നമ്പേഴ്സ് നോക്കാനോ പിന്നെ അതെടുത്ത് നോക്കാനോ ഒന്നും ഉള്ള ഇതില്ല. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നില്ല. എന്താണെങ്കിലും മത്സരം 0-0 ഡ്രോ ആയിപ്പോയി ഇന്തോനേഷ്യക്കെതിരെ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം, ഞാനൊരു 50 മിനിറ്റിന് മുകളിൽ കണ്ടെടുത്തോളം ഇന്ത്യ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടിയൊക്കെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് എന്നുള്ളതാണ്. അവസരങ്ങളാണ്, അറ്റാക്കിംഗ് സൈഡിലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ. ഇപ്പം ആദ്യ പകുതിയിലാണെങ്കിലും ഇന്ത്യക്ക് സെറ്റ് പീസ് സിറ്റുവേഷൻസ് ഒക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്തോനേഷ്യക്ക് ഒരു 1-on-1 സിറ്റുവേഷൻ, ഞാനതോടെ ഭയന്നു. 86-ാമത്തെ മിനിറ്റിൽ ഒരു ചാൻസ് കിട്ടി. പക്ഷേ നമ്മുടെ ഗോൾ കീപ്പർ നന്നായിട്ട് സേവ് ചെയ്തു. പിന്നെ ഡിഫൻഡർ വന്നിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള അവസാന മൊമെൻറ്റിലുള്ള 2 അവസരങ്ങൾ ഫ്രീ കിക്ക് സിറ്റുവേഷൻ വന്നതാണ്. അത് പിന്നെ എന്താ പറയുക, പെനാൽറ്റി ബോക്സിൻ്റെ തൊട്ട് വെളിയിലായിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസരമാണ്. അത് രണ്ടും ഗോൾ കീപ്പർ സേവ് ചെയ്തു. എസ്പെഷ്യലി രണ്ടാമത് കിട്ടിയിട്ടുള്ള ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ, അതൊരു ഒന്നാം തരം സേവ് തന്നെ നടത്തി എന്നുള്ളത്. ഞാനത് ഗോളാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മികച്ച സേവ് തന്നെ നടത്തി. അങ്ങനെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല, ഗോൾ വഴങ്ങിയില്ല. അങ്ങനെയാണ് ആ ഒരു മത്സരം അവസാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ര നല്ല റിസൾട്ട് അല്ല. കാരണം ഇതിനേക്കാൾ ശക്തരാണ് മ്യാൻമാർ. അപ്പം മ്യാൻമാറിനെതിരെ നമുക്ക് ഇനിയൊരു വിജയം സ്വന്തമാക്കണം. അതുപോലെ തുർക്കമെനിസ്ഥാനെതിരെ ഡെഫിനറ്റ്ലി വിൻ ചെയ്യണം. അപ്പോൾ ആ മത്സരത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ 6-1 ആണ്. ആ മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ ആദ്യം തുർക്കമെനിസ്ഥാനാണ് സ്കോർ ചെയ്തത്. അത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ഒരു കോർണർ കിക്കിലൂടെ ഒരു വന്ന അവസരമാണ്. എന്നാൽ പിന്നീട് മ്യാൻമാർ തിരിച്ചു വന്നു. 6 ഗോളുകൾ തിരിച്ചടിച്ച് 6-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന 2 മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ചാമ്പ്യൻസിന് മാത്രമേ ഉറപ്പായിട്ടും അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യതയുള്ളൂ. സെക്കൻഡ് എത്തുന്ന 8 ഗ്രൂപ്പുകളിലെ 3 ടീമിന് മാത്രമാണ്. അപ്പം അതൊരു വൈൽഡായിട്ടുള്ള ചാൻസാണ്. അപ്പം നമുക്കൊരു ചാൻസ് എടുക്കാനായിട്ട് പറ്റില്ല. ഇന്ത്യ ഒരു ഗോളിനെങ്കിലും ഈ മത്സരം വിജയിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അത് പറ്റിയില്ല. ഇനി നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിലേക്ക് റിസൾട്ട് എങ്ങനെ വരും. അടുത്ത മത്സരങ്ങളിലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് സ്ട്രീമിംഗ് പരിപാടികളൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊരു അവസ്ഥയാണ് നോക്കി. നമ്മൾ മത്സരം കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് ആ സ്ട്രീമിംഗ് കട്ടായി പോയി കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം തീർച്ചയായിട്ടും കമ്പൽസറി എഴുതാൻ പറ്റുക. സൈനിങ് ഓഫ്.